വെൽക്കം സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ അനലിറ്റിക് ഫംഗ്ഷനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് കോഷി ഗോസാട്ട് ഇക്വേഷൻ പറഞ്ഞു. ദറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ എഫ് ഇസഡ് ഡി സെഡ് ഓവർ എ ക്ലോസ്ഡ് സർക്കിൾ, ക്ലോസ്ഡ് പാത്ത് വിച്ച് ഈസ് ഈക്വൽ ടു 0 ഇഫ് ദ ഫംഗ്ഷൻ എഫ് ഇസഡ് ഈസ് അനലിറ്റിക്. അതാണ് കോഷി ഗോസാട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് ചില കേസിൽ ഈ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാതാവുമ്പോൾ, ഒരു ഫംഗ്ഷൻ അനലിറ്റിക് അല്ലെങ്കിൽ ആ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ ദാറ്റ് ഫംഗ്ഷൻ ഓവർ ദാറ്റ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? 0 അല്ല, അതിനൊരു വാല്യൂ ഉണ്ട് അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ഫംഗ്ഷൻ എഫ് ഇസഡ് ഈക്വൽ ടു 1/z. നമുക്കറിയാം വെൻ z ഈക്വൽ ടു 0, അറ്റ് z ഈക്വൽ ടു 0 the function is blowing up, അല്ലേ? z 0 ആയി കഴിയുമ്പോൾ the function is blowing up. That means the function is not analytic. So z equal to 0, that point is called singularity, and except at z equal to 0 the function is analytic everywhere. Another example is f z is equal to 1/z square plus 4, and ഇതിനെ നമുക്ക് ഈ ഒരു രീതിയിൽ ഞാൻ എഴുതി z plus 2y into z minus 2y. അപ്പോൾ z ഇവിടെ -2y ആകുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ z is equal to 2y ആകുമ്പോൾ എന്ത് സംഭവിക്കും? ദ ഫംഗ്ഷൻ ഈസ് ബ്ലോയിങ് അപ്പ്. ഇവിടെ 0 ആകും, ഡിനോമിനേറ്റർ 1/0 ആകും അല്ലേ? സോ ദ ഫംഗ്ഷൻ ഈസ് ഫെയിൽ ടു അനലിറ്റിക്. ബട്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു പെർട്ടിക്കുലർ കണ്ടൂർ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, z ഈക്വൽ ടു മോഡ് z ഈസ് ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് ഒരു സർക്കിൾ, അതൊരു സർക്കിളിൻ്റെ റേഡിയസ് 1 ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. സോ അതിൻ്റെ ഒരു ഡയഗ്രാമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ z ഈസ് ഈക്വൽ ടു 2y ആൻഡ് z ഈക്വൽ ടു -2y എന്ന് പറയുന്ന ഈ ഒരു റീജിയൻ ഔട്ട്സൈഡ് ആയിട്ടാണ് ആ പോയിന്റ് വരുന്നത്. സോ ഈ ഒരു കേസിൽ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്, കാരണം ഈ റീജിയന് പുറത്തായിട്ടാണ് വരുന്നത്. സോ അറ്റ് z ഈക്വൽ ടു 1 ദ ഫംഗ്ഷൻ ഈസ് അനലിറ്റിക്. ദാറ്റ് മീൻസ് അനലിറ്റിക് എന്ന് പറഞ്ഞാൽ ആ റീജിയനിൽ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ ദിസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓഫ് ദിസ് ഫംഗ്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ത് വരും? 0 വരും അറ്റ് z ഈക്വൽ ടു 1. ഇനി നമ്മൾ കോഷി ഇൻ്റഗ്രൽ ഫോമുലയാണ് നോക്കുന്നത്. സപ്പോസ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഒരു കേസിൽ അറ്റ് z ഈക്വൽ ടു 0 വരുമ്പോൾ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് അനലിറ്റിക്. അല്ലെങ്കിൽ z ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ z ഈക്വൽ ടു 2y ആൻഡ് z ഈക്വൽ ടു -2yയിൽ ഫംഗ്ഷൻ അനലിറ്റിക് അല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രൽ ഇങ്ങനെ എഴുതാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ ആ ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഷി ഇൻ്റഗ്രൽ ഫോമുല യൂസ് ചെയ്യുന്നത്. And that formula is f of z0 is equal to 1/2πi integral fz by z minus z0 into dz. And ഇവിടെ fz എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? അനലിറ്റിക് ആണ്. ദിസ് ഫംഗ്ഷൻ ഈസ് അനലിറ്റിക്. ആൻഡ് ഇവിടെ gz is equal to fz by z minus z0 എന്ന് പറയുന്നത് അനലിറ്റിക് അല്ല. ശ്രദ്ധിക്കുക, fz എന്ന് പറയുന്നത് that function is analytic in this region, but fz by z minus z0 ഈ ഒരു ഫുൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അനലിറ്റിക്. അനലിറ്റിക് അല്ല എങ്കിൽ ഇതിൻ്റെ ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. ആ വാല്യൂ എന്ന് പറയുന്നത് ദറ്റ് ഈസ് f of z0 ഇൻറ്റു ഈ 2π ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. 2π മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താണ് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഒരു റീജിയൻ തന്നിട്ടുണ്ട്. സപ്പോസ് ദിസ് ഇസ് എ റീജിയൻ വേർ ദ ഫംഗ്ഷൻ fz ഈസ് അനലിറ്റിക് ആൻഡ് വി ആർ കൺസിഡറിങ് എ കണ്ടൂർ ഹിയർ. അപ്പോൾ ഈ ഒരു കേസിൽ z0 എന്ന് പറയുന്നത് ഇതാണ്, z0 എന്ന് പറയുന്ന പോയിന്റ് ഇതാണെന്ന് വിചാരിക്കുക. ആൻഡ് ദിസ് ഈസ് എ പോയിന്റ്, z ഈസ് എ പോയിന്റ് ഓൺ ദിസ് കണ്ടൂർ. And this is epsilon. This is epsilon. This is our region z0, z, and this is theta, and this is epsilon. Radius is epsilon. So അങ്ങനെയാണെങ്കിൽ z minus z0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, എപ്സിലോൺ e to the power I theta. ആൻഡ് ഇതിൻ്റെ അകത്ത് നിന്ന് dz, ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dz എങ്ങനെ എഴുതാം? dz ഈക്വൽ ടു എപ്സിലോൺ I d theta e to the power I theta എന്ന് എഴുതാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വാല്യൂവിൽ ഈ fz ഇതാണല്ലോ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇതിനൊക്കെ നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ fz ഞാൻ അങ്ങനെ എഴുതി, and divided by z minus z0. Z minus z0 is epsilon e to the power I theta. So into dz.
ഡി സെഡ് എന്ന് പറയുന്നത് എപ്സിലോൺ ഐ ഡി തീറ്റ ഇ ടു ദ പവർ ഐ തീറ്റ. എപ്സിലോൺ ഇ ടു ദ പവർ ഐ തീറ്റ, ഹിയർ എപ്സിലോൺ ഇ ടു ദ പവർ ഐ തീറ്റ ക്യാൻസൽഡ്. ദെൻ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് z0 പ്ലസ് എപ്സിലോൺ ഇ ടു ദ പവർ ഐ തീറ്റ ഇൻറ്റു ഐ ഡി തീറ്റ എന്ന് കിട്ടും. ഇനി അടുത്തത് ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0. അങ്ങനെ ഒരു കണ്ടീഷൻ ആണ്. ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ ഇതാണ് z0, ദിസ് ഇസ് z. അപ്പോൾ ദിസ് എപ്സിലോൺ, അപ്പോൾ എപ്സിലോൺ ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ z ടെൻസ് ടു z0. സോ എപ്സിലോൺ ടെൻസ് ടു 0, ഈ ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ എഫ് ഓഫ് z0 പ്ലസ് എപ്സിലോൺ ഇ ടു ദ പവർ ഐ തീറ്റ ഐ ഡി തീറ്റ എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ഐ ഇൻ്റഗ്രൽ എഫ് ഓഫ് z0 ഇൻറ്റു ഡി തീറ്റ. ഇനി ഡി തീറ്റയെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓവർ 0 ടു ദ ലിമിറ്റ് ഈസ് 0 ടു 2π. സോ വി വിൽ ഗെറ്റ് ദി ആൻസർ ലൈക്ക് 2πi ഇൻറ്റു എഫ് ഓഫ് z0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത ഏത് ഇൻ്റഗ്രലാണ് ഇവാലുവേറ്റ് ചെയ്തത്? ഇതാണ് ഇൻ്റഗ്രൽ എഫ് ഓഫ് z മൈനസ് z0 ഇൻറ്റു ഡി സെഡ് അല്ലേ? അത് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 2π ഇൻറ്റു എഫ് ഓഫ് z0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് z0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2πi ഇൻ്റഗ്രൽ എഫ് ഓഫ് z ഡിവൈഡ് ബൈ z മൈനസ് z0 ഇൻറ്റു ഡി സെഡ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് z0 ഇസ് ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ എഫ് ഓഫ് z ബൈ z മൈനസ് z0 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി സെഡ്. ഇൻ ജനറൽ നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇങ്ങനെ എഴുതാം, എഫ് എൻ z0 ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ 2πi ഇൻ്റഗ്രൽ എഫ് z ഡി സെഡ് ബൈ z മൈനസ് z0 ടു ദി പവർ n+1 എഴുതാം. സോ ഈ ഒരു 3 ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മുടെ കോഷി ഇൻ്റഗ്രൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ കോഷി ഇൻ്റഗ്രൽ ഫോർമുല വെച്ചിട്ട് നമുക്ക് ഒരു അനലറ്റിക് അല്ല എങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ സിംഗുലാരിറ്റി ഉള്ളപ്പോൾ, അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ആ ഒരു ഫംഗ്ഷൻ അനലറ്റിക് അല്ല, ബാക്കി റീജിയനിലായിരിക്കും, ബട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അനലറ്റിക് അല്ല. അപ്പോൾ അനലറ്റിക് അല്ല എങ്കിൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു 0 എന്ന് എഴുതാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിനൊരു പെർട്ടിക്കുലർ വാല്യൂ കാണും, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. അപ്പോൾ ആ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 2 പ്രോബ്ലംസ് നോക്കാം. ഇവാലുവേറ്റ് ദിസ് ഇൻ്റഗ്രൽ ഇ ടു ദ പവർ z സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ z മൈനസ് 1 ഇൻറ്റു z സ്ക്വയർ ഡി സെഡ് ആൻഡ് z ഈക്വൽ ടു മോഡ് z ഈക്വൽ ടു 2. ഹിയർ ഈസ് എ സർക്കിൾ വിത്ത് മോഡ് z ഈക്വൽ ടു 2 തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 2 എന്ന് പറയുന്ന റേഡിയസ് ആണ്, മോഡ് z ഈസ് റേഡിയസ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. ആൻഡ് ഇവിടെ എഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് എഫ് ഇസഡ്. നമ്മുടെ ഫോർമുല നോക്കുകയാണെങ്കിൽ അറിയാം, ദിസ് ഈസ് എഫ് ഇസഡ് ഡിവൈഡഡ് ബൈ z മൈനസ് z0 അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇ ടു ദ പവർ z സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് എഫ് ഇസഡ് ആണ്. ഇവിടെ z മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡെറിവേറ്റീവ് എന്നുള്ള ആ ഒരു പോർഷൻ, ആ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. z മൈനസ് z0, ഈ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം, z മൈനസ് z0 ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ ഇവിടെ z മൈനസ് z0 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? z മൈനസ് 1 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വാല്യൂ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന്, ഈ ഒരു ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദിസ് എഫ് പ്രൈം സെറ്റ് ഇൻറ്റു ദിസ് 2π ചെയ്താൽ മതി. ഇങ്ങോട്ട് കൊണ്ടുവന്ന് 2π ചെയ്താൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ കിട്ടും അല്ലേ? അപ്പോൾ അതിനിപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? എഫ് പ്രൈം z0 കണ്ടുപിടിക്കണം. z0 എന്ന് പറയുന്നത് എന്താണ്? ഹിയർ z0 ഈസ് 1 അല്ലേ? z മൈനസ് z0 ഈസ് 1. സോ എഫ് പ്രൈം ഓഫ് 1 2πi ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഇസഡ് ബൈ z മൈനസ് z0 ഹോൾ സ്ക്വയർ ഡി സെഡ് എന്ന് ചെയ്യാം. സോ എഫ് പ്രൈം 1 കാണണമെങ്കിൽ നമ്മൾ ആദ്യം എന്താണ്? എഫ് ഇസഡ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് നമുക്ക് സെഡിനെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എഫ് പ്രൈം സെഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടുന്നു. ദെൻ എഫ് പ്രൈം z0 ഇത് കിട്ടി. ദെൻ എഫ് പ്രൈം z0ക്ക് വരെ എന്ത് ചെയ്തു? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4e കിട്ടി. ഇനി നമുക്ക് ഈ ഒരു ഈ ഒരു വാല്യൂ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റു 2π ചെയ്താൽ മതി. സോ ദ വാല്യൂ ഓഫ് ദിസ് integral of this function e square z square plus 1 divided by z minus 1 the whole square എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? ആൻസർ ഈസ് 8πi e. ഇനി അടുത്ത എക്സാമ്പിൾ, ഇൻ്റഗ്രൽ 2z പ്ലസ് 5 ഡിവൈഡഡ് ബൈ z സ്ക്വയർ മൈനസ് 2z ഇൻറ്റു ഡി സെഡ് വിത്ത് എ സർക്കിൾ z ഈസ് ഈക്വൽ ടു ഹാഫ്. അപ്പോൾ z ഈക്വൽ ടു മോഡ് z ഈക്വൽ ടു ഹാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവൻ്റെ റേഡിയസ് ആണ് ഉദ്ദേശിക്കുന്നത്.
സോ ഇവിടെ ഞാൻ ഈ ഒരു സെഡ് സ്ക്വയർ മൈനസ് 2z ഈ ഒരു രീതിയിൽ ഡിനോമിനേറ്റർ ഇങ്ങനെ എഴുതി, ദാറ്റ് ഈസ് സെഡ് ഇൻറ്റു സെഡ് മൈനസ് 2. അപ്പോൾ ഇവിടെ സിംഗുലാരിറ്റി അറ്റ് 2 പോയിൻറ്റ്സ് വരുന്നുണ്ട് അല്ലേ. ഒന്ന് ഈ ഡിനോമിനേറ്റർ 0 ആകുന്ന എപ്പോഴൊക്കെയാണ്, ഒന്ന് സെഡ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഡിനോമിനേറ്റർ 0 ആകും. പിന്നെ സെഡ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് സെഡ് ഈക്വൽ ടു 2. സെഡ് ഈക്വൽ ടു 2 ആകുമ്പോഴും എന്താണ്, ഡിനോമിനേറ്റർ 0 ആകും. സോ അറ്റ് ദീസ് പോയിൻറ്റ്സ് ആണ് നമുക്ക് പറയാൻ പറ്റുന്നത് സിംഗുലാരിറ്റി. ബട്ട് നമുക്ക് ഒരു കണ്ടൂർ തന്നിട്ടുണ്ട് അല്ലേ. സെഡ് ഈക്വൽ ടു സെഡ് ഈക്വൽ ടു 1/2 തന്നിട്ടുണ്ട്. അപ്പോൾ സെഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇൻസൈഡ് ദി സർക്കിളാണ്. ഓക്കെ, ആൻഡ് സെഡ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 2 വരുന്നത് ഇവിടെയാണ് അല്ലേ, ഔട്ട്സൈഡ് ദി സർക്കിൾ. സോ സിംഗുലാരിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ എവിടെയാണ് വന്നിരിക്കുന്നത്, സെഡ് ഈക്വൽ ടു 0 ഈ ഒരു പോയിൻ്റാണ്. സെഡ് ഈക്വൽ ടു 0യിൽ ദറ്റ് ഫംഗ്ഷൻ ഈസ് നോട്ട് അനാലിറ്റിക്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ പോയിൻറ്റ്സ് വരുവാണെങ്കിൽ ആ റീജിയനിലുള്ളിൽ അല്ലെങ്കിൽ ആ സർക്കിളിനുള്ളിലാണ് ആ പോയിൻ്റ് വരുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം അതിനനുസരിച്ച്. അല്ലെങ്കിൽ എന്തായിരിക്കും, ഔട്ട്സൈഡ് ആണെങ്കിൽ ദറ്റ് ഫംഗ്ഷൻ ഈസ് അനലറ്റിക്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് ഒന്നും കൂടി ഈ ഒരു രീതിയിൽ നമ്മുടെ ജനറൽ ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് 2z + y ഡിവൈഡഡ് ബൈ z മൈനസ് 2 ഹോൾ ഡിവൈഡ് ബൈ z. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ എന്ത് വന്നു, z മൈനസ് z0, അത് ആ ഒരു ഫോം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണിപ്പോൾ നമ്മുടെ fz എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ഈ ഒരു ഫംഗ്ഷനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നേരെ f(z0) ഇൻറ്റു 2π ചെയ്താൽ മതി. അപ്പോൾ f(z0), അപ്പോൾ fz എന്താണ്, fz എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ, ദാറ്റ് ഈസ് 2z + y ഡിവൈഡ് ബൈ z മൈനസ് 2. അപ്പോൾ ഇനി എന്താ ചെയ്യുക, z ഈക്വൽ ടു 2 നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. z ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് z ഈക്വൽ ടു അല്ല, z ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം 0 ആണ് ഇൻസൈഡ് ദി റീജിയൻ എന്ന് പറയുന്നത്. z ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് -5/2 കിട്ടും. നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി 2πi ഇൻറ്റു f0 വിച്ച് ഇസ് ഈക്വൽ ടു -5πi. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്, ദാറ്റ് ഈസ് integral z² + 1 divided by z minus 2 into z plus 3 dz where circles mod z equal to 1. അപ്പോൾ അത് വെച്ചിട്ട് സർക്കിൾ വരച്ചു. then ഇവിടെ രണ്ട് സിംഗുലാരിറ്റി വരുന്നുണ്ട്, z minus 2 and z plus 3, that is z minus 2 is equal to 0, that is z equal to 2, and z plus 3 is equal to 0 and z equal to -3. ഈ രണ്ട് കേസ് എടുക്കുകയാണെങ്കിലും ഇതിൻ്റെ മോഡ് എടുക്കുകയാണെങ്കിൽ that is 2 is mod 2, ഇതിൻ്റെ mod 2 is greater than this 1, ആൻഡ് ഇവിടെ -3 ആണ്, മോഡ് 3 ഈസ് ഗ്രേറ്റർ ദാൻ അഗെയിൻ 1. അപ്പോൾ ഇത് രണ്ടും ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന് അല്ലെങ്കിൽ ഈ റീജിയൻ ഔട്ട്സൈഡ് ആയിട്ടാണ് പോയിന്റ് വരുന്നത് അല്ലേ. 2ഉം 3യും 2ഉം -3യും റീജിയൻ ഔട്ട്സൈഡ് ആയിട്ടാണ് വരുന്നത്. സോ അപ്പോൾ എന്ത് പറയും, ദറ്റ് ഫംഗ്ഷൻ ഈസ് അനലിറ്റിക് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരെ നമുക്ക് ദിസ് ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ f(z) dz ഈക്വൽ ടു 0 എന്ന് നമുക്ക് നേരെ എഴുതാനായിട്ട് പറ്റും. നെക്സ്റ്റ് z² + 1 divided by z minus 1 into z minus 3 dz where z equal to 2. അപ്പോൾ ഇവിടെ z minus 1 equal to 0, that is z equal to 1, z minus 3 is equal to 0, that is z equal to 3, and both these points are lies inside the region. So both these points are lies inside the region means, both അല്ല, then z equal to 1 is less than 2 and 3 is greater than 2. സോ ഇത് ഔട്ട്സൈഡും ഇതെന്താണ്, ഇൻസൈഡും ആണ്. സോ ആ ഒരു പോയിന്റിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്താൽ മതി. സോ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രലിനെ എങ്ങനെ എഴുതാൻ പറ്റും, ഇങ്ങനെയായിട്ട് എഴുതാം, ദാറ്റ് ഈസ് z² + 1 ഡിവൈഡ് ബൈ z minus 3 ഹോൾ ഡിവൈഡ് ബൈ z minus 1. എന്നിട്ട് നമുക്ക് എന്താ 2πi ഇൻറ്റു f(1), എഫ് എന്താണ് z² + 1 ഡിവൈഡ് ബൈ z minus 3 ആണ്. അപ്പോൾ അത് എഴുതിയിട്ട് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് -1 കിട്ടും. ദെൻ ദ ആൻസർ ഈസ് 2πi ഇൻറ്റു -1, ദാറ്റ് ഈസ് -2πi വരും. ഇനി അടുത്ത എക്സാമ്പിൾ, ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ദി ഇൻ്റഗ്രൽ z² + 1 ഡിവൈഡ് ബൈ z minus 1 ഇൻറ്റു z minus 2 ഇൻറ്റു dz where z is equal to 3, മോഡ് z equal to 3. അപ്പോൾ ഇവിടെ രണ്ട് പോയിന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് z minus 1 is equal to 0, that is z equal to 1, and z minus 2 is equal to 0, that is z equal to 2. both these points are greater than 3, ലെസ് ദാൻ 3 അല്ലേ. അപ്പോൾ അത് രണ്ടും എന്താണ്, ഈ ഒരു സർക്കിളിൻ്റെ ഇൻസൈഡ് ആയിട്ടാണ് ആ പോയിന്റ് ഉള്ളത്. സോ സിംഗുലാരിറ്റി അറ്റ് ദീസ് പോയിന്റ്സ് ആൻഡ് ബോത്ത് ദീസ് പോയിന്റ്സ് ആർ ലൈസ് ഇൻസൈഡ് ദി റീജിയൻ. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ ഇൻ്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഈ രീതിയിലാണ്, ദറ്റ് ഈസ്
ശ്രദ്ധിക്കുക, സെറ്റ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് 1 ഹോൾ ഡിവൈഡ് ബൈ സെറ്റ് മൈനസ് 2 ഡി സെറ്റ് പ്ലസ് സെറ്റ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ സെറ്റ് മൈനസ് 2 ഹോൾ ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് 2 ഡി സെറ്റ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക. ഇവിടെ എന്താ വരിക? ഇവിടെ സെഡ് ഈക്വൽ ടു 2 വരും, ഇവിടെ സെഡ് ഈക്വൽ ടു 1 വന്നാലാണ് സിംഗുലർ പോയിന്റ് വരുന്നത്. അപ്പോൾ സെഡ് ഈക്വൽ ടു 2 വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 2πi ഇൻറ്റു എഫ് ഓഫ് 2. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഇസഡ്. ഇതിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പോൾ 2 സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 5 വരും. ദെൻ ഇവിടെ 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? 5 ആണ് വരിക. ഇനി ഇവിടെ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സെഡിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ സെഡ് സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2. ഇതിവിടെ 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? -1 വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -2 കിട്ടും. സോ ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 6πi.